അറസ്റ്റ് പേടിപ്പിക്കണ കുറെ നേരമല്ലോ ഭയങ്കര ഷോയാണ്. അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. ഭയങ്കര ഷോയാണ്. പിന്നെ നിന്നോട് പിന്നെ ആരാ താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? കുറച്ചെങ്കിലും ഡീസന്റ് ആവുന്നേ പ്ലീസ്. ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ച, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. തൃശൂർ പൂരം തോറ്റ് തുന്നമ്പാട് മുതലാളി. എന്റെ തൃച്ചമ്പരത്തപ്പ ഇതുപോലൊരു എന്റെ ആയുസ് കണ്ടിട്ടില്ല. ഓതെനിക്ക് നിറയെ കിടച്ചിരിക്ക്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? വാസുവേട്ടാ, എന്താടാ ഒന്ന് നുള്ളിക്കേ. മുള്ളാനാ? മുള്ളാനല്ല, എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി കൊടുത്ത സമാധാനം നഷ്ടപ്പെട്ടു. അയ്യോ, കരയില്ലടാ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? എന്ത് ബാക്കില്ല എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ, ഞാൻ പേടിച്ച്. ശശി, സാറ് പേടിപ്പിക്കുന്നു. നീ ഒന്ന് പേടിച്ചേ. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി?